ഏജ് ഓഫ് മാഡ്നസ് തന്നെയാണ്. ഏജ് ഓഫ് മാഡ്നസ് അമ്മ ഒരു രക്ഷയില്ല. ഗംഭീരായിട്ടുണ്ട്. മസ്റ്റ് തിയേറ്റർ വാച്ച്. അടിപൊളി മേക്കിംഗ് ആണ്. നമുക്കടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. 3-4-5 ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് 4 ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രം പോലത്തെ ചിത്രം ഉണ്ടാക്കാൻ നമുക്കത് തെരഞ്ഞെടുത്തോണ്ടല്ലേ അർജുന വേഷം കിട്ടിയത്. പിന്നെ തീർച്ചയായിട്ടും അത് ഡയറക്ടർ കണ്ട് ഞെട്ടിക്കൊണ്ടിരിക്കണായിരുന്നല്ലേ. ഇല്ല, ഞാൻ ഈ പടം കണ്ട ഭൂതകാലം കണ്ടത് പോവാണ്. നമ്മുടെ ഒരു അത്ഭുതത്തോടുകൂടി മലയാള സിനിമ ഒരു ലോക സിനിമയ്ക്ക് മുമ്പിൽ തന്നെ വെക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ബ്രഹ്മയുഗം. ഹാപ്പിയാണ് വളരെ ഹാപ്പി. നിങ്ങള് കുറച്ച് കഴിയുമ്പോൾ തോന്നിയില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡസൻ മാറ്റർ എന്നുള്ളത്? നിങ്ങളാണ് എക്സ്പീരിയൻസ് പറയേണ്ടത്, ഞാനല്ല. എന്താ പറയേണ്ടത്? നിങ്ങളാണ് പറയേണ്ടത്. ഞാനെന്താ പറയാ. താങ്ക് യു ഇങ്ങനെ നിങ്ങൾ തന്നോണ്ടിരിക്കുകയല്ലേ. നന്നായിട്ടുണ്ട്. സോ സന്തോഷമുണ്ട്, ഹാപ്പി. താങ്ക് യു. അതായത് തീർച്ചയായിട്ടും നന്നായിട്ട് ചെയ്തു. കൊടുത്ത വേഷം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ഷനൊക്കെ പൊളിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റിംഗ്, ഡയലോഗ്സ്, പിന്നെ ആർട്ട് ഭയങ്കരം. അല്ല 3-4-5 ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് 4 ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രം പോലത്തെ ചിത്രം ഉണ്ടാക്കാൻ പിന്നെ ഇങ്ങനൊരു സബ്ജക്റ്റ് മമ്മൂക്കൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇവരൊക്കെ ഉണ്ടായത്. സമ്മതിക്കണം മമ്മൂക്കനെ. അയ്യോ പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വേഷം നമുക്കിപ്പോ ഭയങ്കര വെറൈറ്റി അല്ലേ ചെയ്യണത്. കാതല് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്ന മനസ്സിനെ സമ്മതിക്കണം. അതാണ് ആർട്ടിസ്റ്റ്. എല്ലാവർക്കും അതിനൊപ്പം എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുകയല്ലേ. നമുക്കത് തിരഞ്ഞെടുത്തോണ്ടല്ലേ അർജുന വേഷം കിട്ടിയത്. ഒരു അർജുൻ നന്നായി ചെയ്തിട്ടുണ്ട്. അർജുൻ, സിദ്ധാർത്ഥ്, അങ്ങനെ അവര് 3 പേരും പൊളിച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പടം കണ്ടാൽ നമുക്ക് പറഞ്ഞ് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ആർട്ട് ഡയറക്ടർ, റീ റെക്കോർഡിങ്, ഡയറക്ഷൻ, ഡയലോഗ്സ് സൂപ്പർ. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് വേണ്ടത്. അതിന്റെ ഒരു ഭംഗി വേറെയാണ്. കളർ എനിക്ക് തോന്നല്ല അത്രയും ഗംഭീരമാണ്. പക്ഷെ എല്ലാം കൊണ്ടും ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഒരു ഭംഗി വേറെയാണ്. മമ്മൂക്ക എന്താ ചെയ്തത് വേറെ ലെവലാണ്. വളരെ ഹാപ്പിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിൽ അഭിനയിക്കാൻ പറ്റി, മമ്മൂക്ക കൂടെ അഭിനയിക്കാൻ പറ്റി. രാഹുലേട്ടൻ വെറുതെ പൊളി ആയിട്ടുണ്ട്. നമ്മുടെ പടത്തിനെ പറ്റി നമ്മളെങ്ങനെയാടാ ഇത്രയില്ല. നമുക്ക് എന്തായാലും നമ്മുടെ പടം കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും അത് ഡയറക്ടർ കണ്ട് ഞെട്ടിക്കൊണ്ടിരിക്കണായിരുന്നല്ലോ. ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞായിരുന്നു. നമ്മള് ഷൂട്ടിംഗ് സമയത്ത് തന്നെ വൻ മൂടായിരുന്നു. അത് കാണുമ്പോ മനസ്സിലാവല്ലോ. അത് എന്തായാലും പടം കണ്ടിട്ട് ബാക്കി അത് ഞാനല്ലല്ലോ പറയണത്, കണ്ട പ്രേക്ഷകരല്ലേ പറയണ്ടത്. ഞാൻ തന്നെ എങ്ങനെയാ പറയാ. അത് കണ്ടില്ലേ വേർത്ത് കുളിച്ചിരിക്കണ. അയ്യോ നമുക്ക് വേറെ ലെവലാ മോനെ. നമുക്ക് ഓരോന്നിങ്ങനെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തെന്നാ പറയണത്, അതിന് വാക്കുകളില്ല. അത് ശരിക്കും നിഘണ്ടുവിൽ വാക്കില്ല. എല്ലാവരും നല്ലതാണ്. ഞാൻ ആരും മോശമാക്കി പറയുന്നല്ല. ഞാൻ പറയുന്നത് സിനിമകൾ ഇങ്ങനെ ഓരോന്നെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കടെ ഒരു ചിന്തയുണ്ടല്ലോ, ഇനി ഇങ്ങനെ ഒരു സിനിമ വേണം ഇവിടെ എന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ. അതൊരു സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്ന ഡയറക്ടറൊക്കെ ആണെങ്കിലും പ്രൊഡ്യൂസറൊക്കെ ആണെങ്കിലും ഒക്കെ ആ ചിന്തകൾ വരുമ്പോൾ മമ്മൂക്കയിലേക്ക് എത്തുന്നു. മമ്മൂക്ക അത് ഏസ് പറയുന്നു. ആ ഏസ് ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ നടൻ എന്ന് പറയുന്ന ആളൊരു ഏസ് പറയുന്നു എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അത് നമുക്ക് കാതൽ തന്നെ നമുക്കറിയാമല്ലോ. അങ്ങനത്തെ ഒരു വേഷം ഏറ്റെടുക്കാൻ സൂപ്പർ മെഗാസ്റ്റാർ എന്ന് പറഞ്ഞൊരു നടൻ അതിന് തയ്യാറാവുക എന്ന് പറഞ്ഞു. അതങ്ങനെ മമ്മൂക്കൊക്കെ പറഞ്ഞുകൊണ്ടാണ് അർജുനൊക്കെ വേഷം കിട്ടിയത്. ഇല്ലെങ്കിൽ അങ്ങനെ വേഷം കിട്ടില്ല. പക്ഷെ എന്തായാലും എല്ലാ ക്യാരക്ടർ ചെയ്യുമ്പോഴും എല്ലാ പടങ്ങളും എല്ലാം കഷ്ടപ്പെട്ട് തന്നെ ചെയ്യണം. അപ്പൊ ആ കഷ്ടപ്പാട് നമ്മൾ വന്ന ആൾക്കാർ മുമ്പിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് പ്രോപ്പറായിട്ട് പടം ആസ് എ ഹോൾ മൂവി വർക്കായ മാത്രമേ ആ ക്യാരക്ടർ ചെയ്തതിന് എല്ലാം റീസൺ ഉണ്ടാവുള്ളൂ. അടിപൊളി. ഇനി വേണമെങ്കിൽ എല്ലാം പറയാം. ഇല്ല, ഞാൻ ഈ പടം കണ്ട ഭൂതകാലം കണ്ടത് പോവാണ്. തീർച്ചയായിട്ടും രാഹുലേട്ടന്റെ മേക്കിംഗ് നമ്മൾ ഭൂതകാലത്തിൽ കണ്ടതല്ലേ, അടിപൊളിയാണ്. അപ്പൊ രാഹുലേട്ടൻ ഇങ്ങനത്തെ ഒരു കഥ പറയണമെന്ന് പറഞ്ഞപ്പോ തന്നെ എക്സൈറ്റഡ് ആയിരുന്നു. എന്തായിരിക്കും എങ്ങനെയായിരിക്കും. അപ്പൊ കഥയും കേട്ട് നീലക്കോയിൽ കഥയും കേട്ട് പിന്നെ മമ്മൂക്കയുടെ ലുക്ക് കാണിച്ചപ്പോഴേക്കും ഞാൻ വീണു. പൊളിയായിരുന്നു. വെറുതെ സീൻ പരിപാടിയായിരുന്നു. സന്തോഷം. അതെനിക്ക് ഞാനത് ചിന്തിച്ചിട്ടോ അതിനെപ്പറ്റി വെറി ചെയ്തിട്ട് കാര്യമില്ല. അതൊരു മേക്കറിന്റെ വിഷനാണ്. പിന്നെ വർഷങ്ങളായിട്ട് ഇല്ലാതിരുന്ന ഒരു കളർ സ്പെക്കാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ അതിൽ അഭിനയിക്കുക എന്നുള്ളത് ആസ് എൻ ആക്ടർ എനിക്കും കൗതുകമായിരുന്നു. അത് ഇനി ആൾക്കാർ കാണുമ്പോൾ കാണാം. അത് ഇങ്ങനത്തെ ക്യാരക്ടർ ആദ്യമായിട്ട് കിട്ടുന്നത്. തുറമുഖത്തിന് ശേഷം കുറച്ച് ഡെപ്തും അല്ലെങ്കിൽ കുറച്ച് ഇന്റൻസ് ആയിട്ടുള്ള ക്യാരക്ടർ ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലും ആൾക്കാരത് അക്സെപ്റ്റ് ചെയ്യുന്ന അറിയുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ്സിലാണ്.
ചില സീനൊക്കെ കണ്ടപ്പോ നന്നായിട്ടുണ്ടാന്ന് പറയാറുണ്ട്. പിന്നെ കൂടുതൽ നമ്മൾ അങ്ങനെ ചോദിച്ചു പോകണം മോശമല്ല, എങ്ങനെ എടുക്കാതൊക്കെ മോശമല്ലേ, അത് പറയും. എന്തായാലും ഹാപ്പിയാണ് എല്ലാവരും. രാഹുൽ സദാശിവൻ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് ആളുകളെ പേടിപ്പെടുത്താൻ വലിയ ഇഷ്ടമാണെന്നാണ്. അത് തന്നെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, എടുത്തു വെച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പൊ പേടിപ്പിക്കാൻ മമ്മൂക്കയും കൂടെ ഉള്ളപ്പോ താർത്തു, എല്ലാവരും നന്നായിട്ടുണ്ട്. അത് ക്രിസ്റ്റോ സേവിയറിന്റെ ഒരു മ്യൂസിക് തന്നെയാണ് ഏറ്റവും പിടിച്ചിരുത്തുന്നത്. ഇജാദി മേക്കിംഗ്, പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ടൊരു നല്ലൊരു എക്സ്പീരിയൻസ്. ഇജാദി എനിക്കൊന്നു ഭാവിയിൽ മലയാള സിനിമയുടെ അതിന്റെ ആ സിനിമയുടെ ഒരു ഇത് തന്നെ മാറ്റാൻ പറ്റുന്നൊരു സംവിധായകനായിരിക്കും രാഹുൽ സദാശിവൻ. ആ പേര് ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തും എനിക്ക് തോന്നുന്നു. ഇത്ര ഇജാദി മേക്കിംഗ് മമ്മൂക്ക എന്ന മനുഷ്യയാണ്. ഒരു അഭിനയം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും സിദ്ധാർത്ഥ് ഭരതനായാലും അർജുന അശോകനൊക്കെ ഈ ഇടയ്ക്ക് ചെയ്യുന്ന സിനിമകളൊക്കെ കണ്ടാൽ തന്നെ അമ്മ ഒരു രക്ഷയില്ല, ഗംഭീരമായിട്ടുണ്ട്. മസ്റ്റ് തിയേറ്റർ വാച്ച്. വെറുതെ അടിപൊളി മേക്കിംഗ് ആണ്. മമ്മൂക്കയുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അർജുന അശോകൻ, സിദ്ധാർത്ഥ്, പിന്നെ എല്ലാവരും വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ, എന്നാലും ഗംഭീര മേക്കിംഗ് ആണ്. തിയേറ്റർ മസ്റ്റ് വാച്ച്. അടിപൊളി പടമാണ്, അടിപൊളി പടം, ഒന്നും പറയാനില്ല.